ഹലോ ഫ്രണ്ട്സ്, കൂന്തൽ തോരൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണിത്. അതിനായിട്ട് 2 കണവയാണ് എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൂന്തൽ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിന് മുന്നുള്ള വീഡിയോ കണ്ടു നോക്കണേ. ഇനി നമുക്ക് കൂന്തൽ വേവിച്ചെടുക്കാം. അതിനായി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ശകലം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. കൂന്തൽ അവിടുന്ന് വേവട്ടെ. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് 1/4 മുറി തേങ്ങ ഇട്ട് 5 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അധികം ഉള്ളത് നല്ലതാണ്. പിന്നെ ഒരു വലിയ 3 പച്ചമുളക് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ 10ഓളം കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളു ജീരകവും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഈ പരുവത്തിന് ഒതുക്കിയെടുക്കണം. ഇനി നമുക്ക് കണവ വെന്തോന്ന് നോക്കാം കേട്ടോ. കൂന്തൽ വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല, അതിലുള്ള വെള്ളമൊന്നും വറ്റിയിട്ടില്ല കേട്ടോ. അത് വെള്ളം നന്നായിട്ട് വറ്റി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതി. അതിനുള്ളിൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് നുള്ളിയെടുക്കാം. ഒരു വട്ടത്തിലൊക്കെ കിട്ടുവാണെങ്കിൽ, റൗണ്ട് ഷേപ്പിൽ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിലും നൈസായിട്ട് നമ്മളിങ്ങനെ നുള്ളിയെടുക്കണം. ഏകദേശം ഒരു ഈ സൈസിലാണ് നുള്ളിയെടുക്കേണ്ടത്. ഇനി ആ തലയുടെ ഭാഗവും നമുക്ക് അതുപോലെ തന്നെ നുള്ളിയെടുക്കാം. പ്രത്യേകിച്ച് ഇതിലൊന്നും കളയാനായിട്ടില്ല. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ കളയാനുള്ള കണ്ണും അകത്തുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ വേസ്റ്റുമൊക്കെ കളഞ്ഞാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കണം. നമ്മൾ നുള്ളി ഇട്ടേക്കുന്ന കണവയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. ഞാൻ മുഴുവനായിട്ടും ഇങ്ങനെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 3 വറ്റൽമുളക് മുറിച്ചതും ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചേക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കൂന്തൽ വേവാനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂന്തൽ നന്നായി വെന്തതാണ്. ഇനി നമ്മൾ ചേർത്തേക്കുന്ന അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അരപ്പിൻ്റെയും കൂന്തലിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. കണവ ഇങ്ങനെ തോരൻ വെച്ച് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.